വെക്കേഷന് വീട്ടിലേക്ക് പോകുമ്പം അമ്മച്ചിയുടെ കൈകൊണ്ട് ഇഷ്ടപ്പെട്ട കുറച്ച് കറികൾ ഉണ്ടാക്കി കഴിക്കുന്നത് എപ്പോഴത്തെയും പതിവാണ്. അതിലേറ്റവും പ്രയോറിറ്റി നിൽക്കുന്നൊരു കറിയാണ് വൻപയർ കറി. വൻപയർ പുളിച്ചാറെന്നാണ് നമ്മൾ പറയുന്നത്. വൻപയർ പുളിച്ചാറും ഉണക്കമീനും ചോറും അടിപൊളി, ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകളുള്ളൊരു കറിയാണ്. വൻപയർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. നമ്മൾ ഇടുക്കിക്കാരുടെ ഒരു കറിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് അമ്മച്ചിയെ കൊണ്ട് അങ്ങ് ഉണ്ടാക്കിക്കാം. ആദ്യം വൻപയർ നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കാം. പിന്നെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും വേണം. അതും ഇതുപോലെ തൊലിയൊക്കെ പൊളിച്ച് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് വെക്കണേ. പിന്നെ നമുക്ക് കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇവിടുത്തെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പുറത്ത് നല്ല വെയിലാണ്, എന്നാലും വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുത്തു. പിന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള വൻപയർ വെള്ളം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും എരിവിന് ഒരു 2 പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഈ വൻപയർ നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ, എന്നാലേ ഉള്ളൂ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്നാണ് അമ്മച്ചി പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വാളംപുളി ഇല്ലേ, അത് ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് വെക്കാം. ഇത് ലാസ്റ്റ് മതി, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ വൻപയറൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലിയും അല്ലാത്ത മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് പൊടികളിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം ഈ കറിക്ക്, അതാണ് ടേസ്റ്റ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു 2-3 വിസിലിട്ട് വേവിച്ചെടുക്കാം. പയർ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുത്, ഇതിങ്ങനെ വെറുവരാന്ന് കിടക്കണം കേട്ടോ, അതാണ് ഈ കറിക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഒരു 3 വിസിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതിയായി. ഇനി ഇതിലേക്ക് വാളംപുളി ഇല്ലേ, അത് കുരു കളഞ്ഞിട്ട് ഇന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. പിന്നെ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഉപ്പ് കുറവായിരുന്നേ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വൻപയർ പുളിച്ചാറ് റെഡിയായിട്ടുണ്ട്. പിന്നെ കൂടെ ഉണക്കമീൻ വേണം, ഇതിനും നല്ലൊരു കോമ്പിനേഷനാണ് ഉണക്കമീനും പുളിച്ചാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.